അപ്പോൾ ഇത് നമ്മുടെ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകട്ടെ. അപ്പോൾ ഞാനിവിടെ ഇതാ കസ്കസ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് എന്ന് പറയില്ല, അല്ലെങ്കിൽ സബ്ജ സീഡ്സ്, എല്ലാം സെയിം തന്നെ കേട്ടോ. ഇത് നമ്മൾ ഏത് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴായിരുന്നാലും നമുക്കിത് ചേർക്കാം. കാരണം ഇത് ചേർത്തിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തിയാണ് താനും, നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണുപ്പ് കിട്ടുകയും ചെയ്യും. നാട്ടിലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നല്ല ചൂടല്ലേ. ഞാനിവിടെ സാധാരണ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് വെള്ളത്തിലിരുന്നിട്ട് ഒന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. സാധാരണ വെള്ളത്തിലാട്ടോ ഇട്ട് വയ്ക്കുന്നത്, ചൂടുവെള്ളത്തിലൊന്നും ഇടണ്ട. അപ്പോൾ ഇത് മാറ്റി വയ്ക്കട്ടെ കേട്ടോ. ഇനി അടുത്തത് നമുക്ക് ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതാ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ഫുള്ള് വേണ്ട കേട്ടോ, ഇതിൻ്റെ നമുക്കൊരു പകുതി മതി. ഇപ്പോൾ ക്യാരറ്റ് ചേർക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട നമ്മൾ ജ്യൂസിന് ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റൊക്കെ വരുമല്ലോ, അങ്ങനെ ടേസ്റ്റൊന്നും വരില്ല കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊന്ന് ഇതിൻ്റെ ഈ തൊലിയൊന്ന് കളഞ്ഞിട്ട്, ഇത് സാധാരണ നമ്മൾ ക്യാരറ്റൊക്കെ വെച്ചിട്ട് എന്ത് ജ്യൂസ് ഉണ്ടാക്കുമ്പോഴും ഫസ്റ്റ് നമ്മൾ തിളപ്പിച്ചിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഇത് ഞാനിപ്പോൾ തിളപ്പിക്കുന്നില്ല, ഇത് ഫ്രഷായിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട് ജ്യൂസാക്കിയിട്ട് എടുക്കാം കേട്ടോ ചെയ്യുന്നത്. നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ടിടാം. അപ്പോൾ ഇതിലേക്ക് ഞാനിവിടെ വെള്ളം ചേർക്കാണ്. ഈ ഗ്ലാസ്സിൽ ഒരു അര ഗ്ലാസ് വെള്ളം ഞാനൊന്ന് അടിച്ചിട്ട് കൊണ്ടുവരാം. അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരിപ്പയിലേക്ക് മിക്സിയിൽ അടിച്ച് വെച്ചിട്ടില്ലേ, അത് നമുക്കിതിലേക്ക് ഒഴിച്ചിട്ട് അരിച്ച് ജ്യൂസാക്കിയിട്ട് എടുക്കാം. അരിപ്പ് കുറച്ച് വലുത്. ഇത് നമുക്ക് നമ്മുടെ കോഴിക്കിട്ട് കൊടുക്കാം കേട്ടോ. ഇത് കഴിക്കുമെന്ന് തോന്നണം. ഞാനങ്ങനെ എന്ത് സാധനം ഉണ്ടെങ്കിലും കളയില്ല, ഞാൻ അവർക്ക് കൊടുക്കും. ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ജ്യൂസ് നമുക്കുണ്ട് നീക്കി വയ്ക്കാം. ജ്യൂസിന് കുറച്ച് ഒരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് കസ്റ്റാർഡ് പൗഡറാണ് ചേർക്കുന്നത്. ചിലവർക്ക് കസ്റ്റാർഡ് പൗഡറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ കസ്റ്റാർഡ് പൗഡറിന് പകരമായിട്ട് അരിപ്പൊടി ചേർക്കാം. അരിപ്പൊടി ഏതായിരുന്നാലും കുഴപ്പമില്ല. അരിപ്പൊടി ആണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർക്കാം, ഒട്ടും കൂടുതൽ ചേർക്കരുത്. കസ്റ്റാർഡ് പൗഡർ ഞാനിവിടെ 1.5 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് ഇതേപോലെ ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് പാലിനെടുത്തത്, സാധാരണ നമ്മുടെ ചില്ലിൻ്റെ ഗ്ലാസ് ഉണ്ടല്ലോ, അതിനകത്ത് ഒരു ഗ്ലാസ് പാല് തിളപ്പിക്കാം. ഈ പാല് നന്നായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ പാലിൽ നിന്ന് നമുക്ക് മലായി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ പാല് ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ക്യാരറ്റിൻ്റെ ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് നമുക്കിതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. അപ്പോൾ നമ്മുടെ മലായിക്ക് നല്ലൊരു കളർ കിട്ടും. ഈ ക്യാരറ്റിൻ്റെ ജ്യൂസ് നമ്മൾ പാലിലേക്ക് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പാല് പിരിയൊന്നും ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തീ നന്നായിട്ടൊന്ന് കുറച്ച് വയ്ക്കാം. ഇനി നമ്മൾ പനീർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒന്നല്ലെങ്കിൽ നമുക്ക് ഇതിലേക്ക് വിനീഗർ ചേർക്കാം, അല്ലെങ്കിൽ നാരങ്ങ നീര് ചേർക്കാം. ഞാനിവിടെ വിനീഗറാണ് ചേർക്കുന്നത്. എൻ്റെ അടുത്ത് നാരങ്ങയില്ല, 2 ചേർത്താലും കുഴപ്പമില്ല. കാരണം നമ്മൾ പനീർ നന്നായിട്ട് പിന്നെ കഴുകിയെടുക്കും. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വിനീഗർ അല്ലെങ്കിൽ നാരങ്ങ നീരോ ചേർക്കാം. അപ്പോൾ അത് വെള്ളം സെപ്പറേറ്റ് ആയിട്ട് നമ്മുടെ പനീർ സെപ്പറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരിപ്പയിൽ വെച്ചിട്ട് ഒന്ന് അരിച്ചിട്ട് എടുക്കണം. അത് കഴിഞ്ഞിട്ട് വെള്ളത്തിൽ നന്നായിട്ടൊന്ന് അരിപ്പ തന്നെ നമ്മൾ ടാപ്പിൻ്റെ അടിയിൽ കാണിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകിയിട്ടെടുക്കുകയും ചെയ്യാം. ഇനി ഇത് ടാപ്പ് വാട്ടറിൽ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അത് നന്നായിട്ട് കഴുകിയിട്ടുണ്ട്. ഇപ്പോൾ ആ വിനീഗറിൻ്റെ ആ പുളിയൊക്കെയും ആ ടേസ്റ്റൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒരു സ്പൂൺ വെച്ചിട്ട് പതുക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് ഭയങ്കര ബലം കൊടുത്തിട്ട് കുറേ നേരിട്ട് പ്രസ് ചെയ്തിട്ട് ഭയങ്കര ഡ്രൈ ആക്കിയിട്ട് എടുക്കരുത് കേട്ടോ. അപ്പോൾ നമ്മുടെ പനീർ ഇരുന്നിട്ട് ഒന്ന് ചൂടാറിയിട്ടുണ്ട്, പെട്ടെന്ന് ചൂടാറും. നമ്മൾ ഈ പനീർ ഒന്ന് കൈ കൊണ്ട് ഒന്ന് നന്നായിട്ടൊന്ന് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഒന്നല്ലെങ്കിൽ കൈ കൊണ്ട് എടുക്കുക, അല്ലെങ്കിൽ സ്പാച്ചിൽ വെച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കണം. ഇത് നോക്കി ഇതിപ്പോൾ നമുക്കിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക, ഒരു പിരിപിരി പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് നല്ല സ്മൂത്തായിട്ടുള്ള ഒരു ടെക്സ്ചർ വരണം. ഇനി നമുക്കിത് വെച്ചിട്ട് ഓരോ കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കിയിട്ട് ഉരുട്ടിയിട്ടെടുക്കുക. അത് നമുക്ക് ഒരുപാട് വലുതല്ല കേട്ടോ, കുഞ്ഞു കുഞ്ഞു ഉരുളയാക്കിയിട്ട് എടുക്കുക. അതായത് നമുക്ക് ജ്യൂസിലിടാനുള്ളൂ, അപ്പോൾ ഒരുപാട് വലുത് വേണ്ട. രണ്ട് 4 6 8 10
12. അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ഇത് വെച്ചിട്ട് എനിക്ക് 13 ബോളായിട്ട് കിട്ടിയേക്കുന്നത്. ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോൾ. അപ്പോൾ ഇനി നമ്മൾ ജ്യൂസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഞാനിവിടെ 2 ഗ്ലാസ് പാലിന് എടുക്കുന്നത്. ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര, അല്ലെങ്കിൽ ആ പഞ്ചസാര നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്തു. അപ്പോൾ നമ്മുടെ പാല് സൈഡിൽ നിന്ന് ചെറുതായിട്ടൊരു തള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് റെഡിയാക്കിയിട്ട് വെച്ചാൽ നമ്മുടെ പനീരിൻ്റെ ബോളുണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ചേർക്കാം. അങ്ങനെ ഡയറക്റ്റായിട്ട് നമുക്ക് പാലിലേക്ക് തന്നെ ചേർക്കാം. സെപ്പറേറ്റ് നമ്മൾ വേറെ പഞ്ചസാര വെള്ളത്തിലിട്ടിട്ട് നമ്മൾ റെഡിയാക്കേണ്ട ആവശ്യമില്ല. കുഞ്ഞു കുഞ്ഞു ബോളാണല്ലോ, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മധുരം നന്നായിട്ട് പിടിക്കുകയും ചെയ്യും. പാല് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. തീ ഒന്ന് കുറച്ച് വയ്ക്കാം. ഇത് ഇട്ട വഴിക്ക് ഇളക്കരുത് കേട്ടോ, കാരണം ചെറിയ തീയിൽ ഒന്നും ഇരിക്കട്ടെ. കാരണം ഇട്ട വഴിക്ക് ഇളക്കിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബോള് ചിലപ്പോൾ പൊട്ടിപ്പോകും. ബോള് ഒന്ന് ഇതൊക്കെ ഒന്ന് വേവട്ടെ. ഇനി നിങ്ങൾക്ക് ഇതിലേക്ക് ഏലക്കായയുടെ ഫ്ലേവർ ഇഷ്ടമാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏലക്കായയും കൂടിയിട്ട് ചേർത്ത് കൊടുക്കട്ടെ. ഒരു മിനിറ്റ് ഇളക്കാണ്ടിരിക്കണം കേട്ടോ. ഇതേപോലെ ഒരു പാത്രം നമ്മുടെ പിടുത്തത്തുമ്പോൾ വെച്ചിട്ട് ഇങ്ങനെ തിരിപ്പിച്ച് സ്പൂണിട്ട് ഇളക്കരുത് കേട്ടോ. ഇങ്ങനെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് പാത്രം ഒന്ന് കറക്കി കൊടുക്കാം, എന്നാലും കുഴപ്പമില്ല. പാല് തിളച്ച് പൊന്തി വരുമ്പോൾ തീ ഒന്ന് കുറച്ച് വയ്ക്കുക, കാരണം ആ ബോളൊന്ന് വേവണം. വെന്ത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇതിലേക്ക് സ്പൂൺ ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബോള് വെന്തിട്ടുണ്ട്. ഇനി അതങ്ങനെ പൊട്ടിപ്പോയില്ല. പൊട്ടിയാലും കുഴപ്പമില്ല, പക്ഷേ പൊട്ടാണ്ട് ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലത്. ഇനി ഞാനിതിലേക്ക് നമ്മുടെ കസ്റ്റാർഡ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ചേർക്കാം. ഇനി നമുക്ക് തീ കൂട്ടി വയ്ക്കാം. കസ്റ്റാർഡ് കൂടി ചേർക്കുമ്പോൾ ഇതിന് ഒരു ചെറുതായിട്ടൊരു തിക്നെസ്സും കിട്ടുകയും ചെയ്യും, പിന്നെ ഒരു നല്ലൊരു ഫ്ലേവർ കിട്ടുകയും ചെയ്യും. ഇത് ഞാൻ വാനിലയുടെ ഫ്ലേവറുള്ള കസ്റ്റാർഡായിട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാനിലയുടെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് വാനില എസൻസ് വേണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെപ്പറേറ്റ് നിങ്ങൾക്ക് ചേർക്കാട്ടെ. അപ്പോൾ മധുരം നിങ്ങളുടെ ഇതിനനുസരിച്ചിട്ട് ചേർത്തോ. പിന്നെ എന്ത് സാധനം നമ്മൾ തണുത്തത് ഉണ്ടാക്കുമ്പോൾ ഒരു പൊടിക്ക് മധുരം കൂടുതൽ വേണമല്ലോ. ഇനി തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ മധുരം കുറയും. ഒന്ന് തിളച്ച് പൊന്തി കഴിയുമ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചോ, കാരണം ഒരു ഇച്ചിരി നേരം ഒന്ന് തിളച്ചോട്ടെ. ആ കസ്റ്റാർഡിൻ്റെ ആ ഒരു പച്ച ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അതൊക്കെ കൊണ്ട് പോയിക്കോട്ടെ. ഓക്കെ, ഇനി ഞാൻ തീ ഓഫ് ചെയ്യണം. കുറേ നേരമായിട്ട് തിളപ്പിച്ചിട്ട് ഭയങ്കര തിക്കാക്കിയിട്ട് എടുക്കേണ്ട കേട്ടോ, കാരണം ഇത് ചൂടാറി കഴിഞ്ഞ് കഴിയുമ്പോഴായിരുന്നാലും ഒന്നും കൂടി ഇരുന്നിട്ട് ഒന്ന് തിക്കാവും. അപ്പോൾ ഇത് നമ്മൾ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ ഇതിരുന്നിട്ട് ചൂടാറട്ടെ. നമ്മുടെ ബബിൾസ് ഇങ്ങനെയൊക്കെ എടുക്കാൻ നോക്കിക്കേ. ഈ നമ്മുടെ ബബിൾസൊക്കെ ഇതിനകത്ത് നല്ല വെങ്ങയിൽ നല്ല കുട്ടപ്പനായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇതിരുന്നിട്ട് ചൂടാറട്ടെ. ഇത് കോഴികളെ ക്യാരറ്റ് കഴിച്ചോ. അപ്പോൾ ഈ നമ്മുടെ കോഴികൾ മുട്ടയിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ കഴിഞ്ഞ ദിവസം കൊടുക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലാണ് അവർ മുട്ടയിടുന്നത്. ഇതിൻ്റെ ഉള്ളിലല്ല അവർ രാത്രി കയറുന്നത്. അപ്പോൾ ഞാൻ ഇന്നലെ രാത്രി വന്നു കഴിഞ്ഞപ്പോൾ മുട്ട എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പാത്രം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ കൂടെ അടച്ച് വെച്ചാൽ ഞാൻ ഈ കൂടെ അടയ്ക്കാറില്ല. കാരണം ഇപ്പോൾ കുറുക്കം വന്നപ്പോൾ എനിക്ക് പേടിയാണ്. കാരണം കുറുക്കം വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ട അവർ എടുത്തുണ്ടോ. ഇപ്പോൾ അതാ മുട്ട ഇവിടെ ഇരിക്കുന്നുണ്ട്. അത് ഞാൻ എല്ലാ ദിവസവും വന്നിട്ട് മുട്ട എടുക്കില്ല കേട്ടോ. അവിടെ മുട്ട തീരുമ്പോഴാണ് ഞാൻ ഇങ്ങോട്ടേക്ക് ഓടി വരാം. അപ്പം കൂടുതൽ മുട്ടയാകുമ്പോൾ വന്നിട്ട് എടുത്തുകൊണ്ട് പോട്ടെ. ഇത് നമ്മുടെ ക്യാരറ്റ് കൊണ്ടുവന്ന പാത്രം ഇട്ടാൽ അതങ്ങനെ കോഴിയുള്ളതുകൊണ്ട് നമുക്ക് വേണ്ട മുട്ട കിട്ടും. ഓക്കെ,
ഇത് നമ്മുടെ നീലമുട്ട ഇട്ടത്. ഇത് വെള്ള മുട്ടയുടെ അടുത്ത് വെച്ചാൽ കളർ അറിയുള്ളൂ. എവിടെ ഒരു വെള്ളപ്പാത്രം ഇരിക്കുന്നുണ്ട്, അതിൻ്റെ അടുത്ത് നോക്കി വയ്ക്കുമ്പോൾ നോക്കി കളർ മാറ്റം കണ്ടേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ മുട്ട കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതാ മുട്ട എടുത്ത് കൊണ്ടുവന്നിട്ട് മുട്ട വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. മുട്ട എപ്പോഴും വാട്ടി കഴിക്കണമെന്നാണല്ലോ പറയുന്നത്, അപ്പോൾ പെട്ടെന്ന് ദഹിക്കുമെന്ന് പറയും. മുട്ട ഞാൻ വാട്ടിയെടുക്കുന്നതിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മുട്ട പുഴുങ്ങിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുക്കറിൽ നിന്ന് ഒരു വിസിൽ വന്നു കഴിഞ്ഞിട്ട് വിസിൽ ഫുള്ള് പോകാൻ വേണ്ടിയിട്ട് നിൽക്കും. വാട്ടിയിട്ട് എടുക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒറ്റ വിസിൽ വരുമ്പോൾ തന്നെ തീ ഓഫ് ചെയ്തിട്ട് ആ വിസിൽ കളഞ്ഞ് അപ്പം തന്നെ തുറക്കും. എന്നിട്ട് നമ്മൾ സാധാരണ വെള്ളത്തിലേക്ക് മാറ്റും. അല്ലെങ്കിൽ മുട്ടയുടെ ഉള്ളിൽ ചൂടിരുന്നാലും മുട്ട ഇരുന്നിട്ട് ഒന്ന് ഹാർഡായിട്ട് വരും. നമ്മുടെ വീട്ടിലെ മുട്ടയാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ ശരിക്കും നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന മുട്ടേനേക്കാളും ശരിക്കും ഭയങ്കര ടേസ്റ്റാട്ടോ ഈ വീട്ടിൽ നമ്മൾ വളർത്തുന്ന കോഴിയുടെ. അതിങ്ങനെ തുറന്നിട്ട് വളർത്തുന്ന കോഴീനെ, ഈ കൂടിൻ്റെ ഉള്ളിൽ അടച്ചിട്ട് വളർത്തുന്ന കോഴിയുടെ മുട്ടയ്ക്ക് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. ഇത് നല്ല പുല്ലൊക്കെ തിന്നിട്ട് വലുതാവണ കോഴിയാണ്. ശരിക്കും ഇവിടെ മുട്ടയില്ലാണ്ടാവുമ്പോൾ ഞങ്ങൾ വിൻ്ററൊക്കെ ആകുമ്പോൾ മുട്ട അധികം കോഴിയിട്ടില്ല. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് ഓർഗാനിക് മുട്ട നമ്മൾ വാങ്ങിച്ചാലും അതിൻ്റെ ടേസ്റ്റിന് ഭയങ്കര വ്യത്യാസമാണ്. ഇതിൻ്റെ ഉണ്ണിക്കായിരുന്നാലും നല്ല കട്ടിയുണ്ടാവും, വെള്ളയ്ക്കായിരുന്നാലും നല്ല കട്ടിയുണ്ടാവും, പിന്നെ നല്ല കളറും ആയിരിക്കും മുട്ടയ്ക്ക്. അത് നോക്കിക്കേ, എന്ത് കളറാന്ന് നോക്കിക്കേ. ഇനിയിപ്പോൾ മുട്ട കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ പറയും മുട്ട കഴിക്കരുത് കൊളസ്ട്രോളാന്ന്. ഞാൻ മുട്ട മിക്ക ദിവസവും ഞാൻ കഴിക്കാറുണ്ട്, എനിക്ക് കൊളസ്ട്രോളൊന്നും ഇല്ല കേട്ടോ. എൻ്റെ കളർ കണ്ട് നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കസ്കസ് ചേർക്കാം. നന്നായിട്ട് വെള്ളം കളഞ്ഞിട്ട് വേണം കേട്ടോ ചേർക്കാൻ വേണ്ടിയിട്ട്, അരിപ്പയിലിട്ടിട്ട്. ഇത് നമുക്ക് ഫ്രിഡ്ജിലേക്ക് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി നിങ്ങളെ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഞാൻ സാധാരണ നമ്മുടെ ബെഡ്റൂമിലെ ബെഡ്ഷീറ്റുകളൊക്കെ ഉണ്ടല്ലോ, അത് 2 ദിവസം കൂടുമ്പോൾ എല്ലാവരും എടുത്ത് കുടയും. പക്ഷെ ഞാൻ ഒരു സമയത്തും അകത്തിട്ടിട്ട് കുടയില്ല, ഒരു സമയത്തും കുടയില്ല. എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അത്. കാരണം അകത്ത് തന്നെ ഇട്ട് കുടഞ്ഞിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പൊടി അകത്ത് തന്നെയല്ലേ വീഴുന്നത്. ഞാൻ എപ്പോഴും അതിങ്ങനെ മടക്കി എടുത്ത് കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് കുടഞ്ഞിട്ടാണ് സാധാരണ എല്ലാ റൂമിലെയും ബെഡ്ഷീറ്റുകൾ ഇടാറുള്ളത്. എനിക്ക് ഞാൻ അകത്തിട്ട് കുടയുന്നത് ഒട്ടും ഇഷ്ടമല്ല. കാരണം പൊടിയൊക്കെയും എന്തെങ്കിലുമൊക്കെ പൊടികളുണ്ടാവും, നമ്മൾ പൊടിയില്ല എന്ന് പറഞ്ഞാലും അതൊക്കെ പറന്ന് ഫാനും വയ്ക്കും. പിന്നെ അവിടെ കിടക്കുന്ന ഫർണിച്ചറൊക്കെ ഉണ്ടെങ്കിൽ അതുമേക്കൊക്കെ ആവുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്ത് നോക്കട്ടെ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമാണ്, പക്ഷെ ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യാറ്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടിയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ ഇട്ടേക്കണ ഈ പാലിൻ്റെ ഈ ബോളുണ്ടല്ലോ, ശരിക്കും അത് നല്ല ടേസ്റ്റാണ്. നമ്മൾ രസമലായി ഉണ്ടാക്കില്ല അതേപോലെ. പക്ഷേ രസമലായി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റ് രസഗുളയാണല്ലോ ഉണ്ടാക്കുന്നത്, പഞ്ചസാര പാനിലിട്ടിട്ട് തിളപ്പിച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇതെങ്ങനെ പാലിലിട്ടാൽ മതി, ഞാൻ നന്നായിട്ട് മധുരം പിടിച്ചോളൂ. പിന്നെ ചെറിയ ബോളല്ലോ, അപ്പോൾ ഇതേപോലെ ഇങ്ങനെ കഴിക്കുമ്പോഴായിരുന്നാലും നല്ല ടേസ്റ്റ്. നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കുക. ടേസ്റ്റ് ചെയ്തോട്ടെ. ആ ക്യാരറ്റിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, ആ ടേസ്റ്റ് ഒന്നും പറഞ്ഞില്ല കേട്ടോ. എൻ്റെ ബോൾ ഞാനൊന്ന് കഴിച്ചോട്ടെ.
എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് ഇരിക്കണം. നന്നായിട്ട് തണുപ്പിച്ചിട്ട് കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇന്ന് ഞാൻ നൈറ്റി ഇട്ടിട്ട് വന്നേക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് നൈറ്റി ഇട്ട് വന്നത്. ഞാൻ സാധാരണ നൈറ്റി എൻ്റെ അടുത്ത് ഇല്ല. ഞാൻ ഈ പ്രാവശ്യം നാട്ടിൽ നിന്ന് 2 നൈറ്റി വാങ്ങിച്ചെന്നറിയില്ല. ഞാൻ നൈറ്റിയില്ല. അപ്പോൾ രാവിലെ എന്നിട്ട് ഡ്രസ്സ് മാറിയില്ല. ഇന്ന് രാവിലെ വന്നിട്ട് എനിക്ക് രാവിലെ അല്ല, എനിക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ പുറത്തേക്ക് പോകണം. അപ്പോൾ ഒരുമിച്ച് ഡ്രസ്സ് മാറാമെന്ന് വിചാരിച്ചു.